കരുൺ നായർ എന്ന മനുഷ്യൻ്റെ ക്രിക്കറ്ററുടെ തിരിച്ചുവരവിൻ്റെ കഥ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ടെസ്റ്റിൽ ആദ്യമായി ഒരു മലയാളി താരം കളിക്കുന്നത് 2001 ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിച്ചത് കൊല്ലംകാരനായ ടിനു യോഹന്നാൻ എന്ന മീഡിയം ഫാസ്റ്റ് ബൗളർ. അതിനു മുൻപ് മുംബൈ മലയാളിയായ എബി കുരുവിള ഏകദിനത്തിലും ഇന്ത്യക്കായി അരങ്ങേറി. ശേഷം ശ്രീശാന്തിനും വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസണും പിന്നാലെ പാലക്കാട്ടുകാരനായ ദേവദത്ത് പടിക്കൽ വരെ എത്തി നിൽക്കുന്ന മലയാളി താരനിരയിലേക്ക് നമുക്ക് അഭിമാനത്തോടെ ചേർത്ത് വയ്ക്കാവുന്ന പേരാണ് കരുൺ നായരുടേത്. 1991 രാജസ്ഥാനിലെ ജോധ്പൂരിൽ ജനിച്ച കരുൺ ഒരു പൂർണ്ണ മലയാളി താരമാണ്. ആലപ്പുഴ ചെങ്ങന്നൂർ സ്വദേശികളാണ് കരുണിൻ്റെ മാതാപിതാക്കൾ. ഏതാണ്ട് 8 വർഷങ്ങൾക്ക് മുൻപാണ് കരുൺ നായർ എന്ന വലങ്കൈ ബാറ്റ്സ്മാൻ ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. കളിച്ച 3-ാം ടെസ്റ്റിൽ തന്നെ ഇടിമുഴക്കമാർന്നൊരു പ്രകടനത്തിലൂടെ തൻ്റെ പേര് ക്രിക്കറ്റ് ലോകത്ത് എഴുതി ചേർക്കപ്പെട്ട കരുണിൻ്റെ കരിയറിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. ഒരു സിനിമാ കഥയെ വെല്ലുന്നതാണ് കരുൺ നായർ എന്ന മലയാളിയുടെ തിരിച്ചുവരവിൻ്റെ കഥ. 2022 എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ കരുൺ ട്വിറ്ററിൽ കുറിച്ച വരികൾ ഇങ്ങനെയാണ്: ഡിയർ ക്രിക്കറ്റ്, ഗീവ് മീ വൺ മോർ ചാൻസ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ ചരിത്രത്തിൽ ഇടം നേടിയവരിൽ കരുണിൻ്റെ പേരും ചേർക്കപ്പെടും. 2016 ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ കരുൺ നായർ ഇടം നേടുമ്പോൾ എത്ര നേരം അയാൾക്ക് ഇംഗ്ലണ്ട് ബൗളർമാരെ അതിജീവിച്ച് ക്രീസിൽ തുടരാനാകും എന്നത് മാത്രമായിരുന്നു ചോദ്യം. ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലേറെ ചരിത്രമുള്ള ഇന്ത്യൻ ക്രിക്കറ്റിൽ ടെസ്റ്റിൽ സാക്ഷാൽ വീരേന്ദ്ര സേവാഗിന് ശേഷം ട്രിപ്പിൾ സെഞ്ചുറി നേടുന്ന 2ാമത്തെ മാത്രം താരമായി മാറി കരുൺ. ചെന്നൈയിൽ ഇംഗ്ലണ്ടിനെതിരെ 381 പന്തുകളിൽ 303 റൺസ് കരുൺ വാരിക്കൂട്ടിയപ്പോൾ സ്കോർ 759-7 എന്ന നിലയിൽ ഇന്ത്യ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തു. മത്സരത്തിൽ ഇന്ത്യ ഇന്നിംഗ്സിനും 75 റൺസിനും വിജയിച്ചു. ഇന്ത്യൻ റെഡ് ബോൾ ക്രിക്കറ്റിലെ വരാനിരിക്കുന്ന സൂപ്പർ താരമെന്ന് ആ സമയത്ത് വിശേഷിപ്പിക്കപ്പെട്ട കരുണിൻ്റെ കരിയറിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നതിന് ഉത്തരമില്ല. പിന്നീട് കുറച്ച് മത്സരങ്ങൾ കൂടിയേ കരുണിന് ഇന്ത്യക്കായി കളിക്കാൻ കഴിഞ്ഞുള്ളൂ. ടീമിൽ അജിങ്ക്യ രഹാനെയുടെ തിരിച്ചുവരവിന് ശേഷം കരുൺ നിഷ്കരുണം ടീമിൽ നിന്ന് തഴയപ്പെട്ടു. പിന്നീട് IPL മാത്രമായി ഒതുങ്ങി കരുൺ നായർ. നിരാശയുടെ പടുകുഴിയിൽ നിന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രിയപ്പെട്ട ക്രിക്കറ്റ്, എനിക്കൊരു അവസരം കൂടി തരൂ എന്ന് പറഞ്ഞ കരുൺ ഇപ്പോഴിതാ ഇന്ത്യൻ ടീമിൻ്റെ വാതിലിൽ ശക്തിയായി തന്നെ മുട്ടുകയാണ്. നിലവിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ കരുൺ വിദർഭയ്ക്കായാണ് കളിക്കുന്നത്. ഇക്കഴിഞ്ഞ വിജയ് ഹസാരെ ട്രോഫിയിൽ വിദർഭയ്ക്കായി റൺമഴ പെയ്യിച്ചാണ് കരുൺ വീണ്ടും ഇന്ത്യൻ സെലക്ടർമാരുടെ ശ്രദ്ധയാകർഷിക്കുന്നത്. ഒരു ഇന്ത്യക്കാരൻ്റെ ആഭ്യന്തര ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് കരുൺ നായർ പുറത്തെടുത്തത്. 4 സെഞ്ചുറികൾ ഉൾപ്പെടെ 8 ഇന്നിംഗ്സുകളിൽ നിന്നായി 772 റൺസ് നേടി കരുൺ ഇന്ത്യൻ സെലക്ടർമാർക്ക് തലവേദന സമ്മാനിച്ചു. 8 മത്സരങ്ങളിൽ 7ലും കരുണിനെ പുറത്താക്കാൻ എതിരാളികൾക്ക് സാധിച്ചിരുന്നില്ല. സ്വപ്നതുല്യമായ ബാറ്റിംഗ് ആവറേജാണ് ടൂർണമെൻറ്റിൽ കരുൺ നായരുടേത്. 8 ഇന്നിംഗ്സുകളിൽ നിന്നായി 752 ആവറേജ്. ഇടയ്ക്ക് ഇംഗ്ലണ്ടിലെ കൗണ്ടി ക്രിക്കറ്റിലും കരുൺ നായർ മികച്ച പ്രകടനം പുറത്തെടുത്തു. റെഡ് ബോൾ ക്രിക്കറ്റിൽ സമീപകാലത്ത് ഇന്ത്യൻ ടീമിൻ്റെ ദയനീയ പ്രകടനവും വിജയ് ഹസാരെ എന്ന ഏകദിന ടൂർണമെൻറ്റിലെ കരുണിൻ്റെ തകർപ്പൻ ഫോമുമെല്ലാം അയാളെ വീണ്ടും ടീമിലെത്തിക്കുമെന്ന് കരുതിയിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. ICC ചാമ്പ്യൻസ് ട്രോഫി ടീം പ്രഖ്യാപനത്തിൽ തൊട്ടു മുമ്പായിരുന്നു കരുണിൻ്റെ പ്രകടനങ്ങൾ. ആരാലും ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വിധമുള്ള പോരാട്ട മികവ്. എന്നിട്ടും ടീം പ്രഖ്യാപനത്തിൽ അയാളുടെ പേര് അവഗണിക്കപ്പെട്ടു. ഇന്ത്യൻ ടീമിലെ സെലക്ഷന്റെ മാനദണ്ഡം ആഭ്യന്തര ക്രിക്കറ്റിലെ മികവ് തന്നെയാണോ എന്ന് ഒരു വേള സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു ബാഹ്യശക്തിയുടെയും പിൻബലത്തിലല്ല കരുൺ നായർ കരിയർ ഉണ്ടാക്കിയത്. ടെസ്റ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ച ആഭ്യന്തര ക്രിക്കറ്റിൽ അഴിഞ്ഞാടുന്ന ഒരു താരത്തിന് ദേശീയ ടീമിൽ ഇടം നേടാനാകണമെങ്കിൽ ക്രീസിന് പുറത്തും കഴിവ് തെളിയിക്കേണ്ടി വരുമെന്ന നിർഭാഗ്യകരമായ അവസ്ഥ. പ്രിയപ്പെട്ട ക്രിക്കറ്റ്, അയാൾക്കൊരു അവസരം കൂടി നൽകൂ. ഇനിയും മാറ്റി നിർത്തപ്പെടേണ്ട താരമല്ല കരുൺ നായർ.